ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതിന് മുൻപ് കണ്ണൊക്കെ എൻ്റെ വീർത്തിരിക്കണ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. കാരണം ഒരു വീഡിയോ ഞാൻ നാളുകൾക്ക് ശേഷം അടിയിലൊന്ന് കണ്ണെഴുതാണ്. എനിക്കാണെങ്കിൽ അടിയിൽ കണ്ണെഴുതിയാൽ ഭയങ്കര അലർജിയാണ്. ഒന്ന് കണ്ണിങ്ങനെ എന്താ പറയുക, ബ്ലാക്ക് കളർ വരും, ഡാർക്ക് സർക്കിൾസ് വരും. പിന്നെ എനിക്കിങ്ങനെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നും, ഭയങ്കര എന്തോ ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വീർത്തിക്കണ പോലെ തോന്നുന്നുണ്ടാവില്ലേ. എന്തായാലും അവിടെ പിന്നെ ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഉണ്ണിമായ എന്നാണ്. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാനൊരു ലോ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ചാനലിലുള്ളത് കുട്ടി കുറച്ച് ബ്യൂട്ടി ടിപ്സും പിന്നെ നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസും പിന്നെ നമ്മുടെ ഓരോ ലൈഫിൽ നല്ല ഹാപ്പി മൊമെൻറ്റ്സൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് വ്ളോഗും കൂടി ഉണ്ട്, ഒപ്പം നമ്മുടെ ബ്യൂട്ടി വ്ളോഗാണ്. അപ്പോൾ കൂടുതൽ ബ്യൂട്ടി വ്ളോഗ് തന്നെയാണ് കേട്ടോ നമ്മുടെ ചാനലിൽ കൂടുതലുള്ളത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ എല്ലാവർക്കും എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ്. ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടേനെ ഒരു കുട്ടി കമൻറ്റ് ഇട്ട് കണ്ടു ഫേക്കെന്ന്. ആ കുട്ടി അത് ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഫേക്കെന്ന് ഇടുമ്പോൾ നമുക്കത് വിഷമമാണ്. യൂസ് ചെയ്തിട്ടാണ് അങ്ങനത്തെ റിസൾട്ട്. ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും നിങ്ങളിങ്ങനെ എടുത്തെടുത്ത് പറയാണ്ട് ഒരു പാക്ക് ഇട്ടാൽ അപ്പം തന്നെ ഒരിക്കലും സ്കിൻ വൈറ്റനിങ് ഉണ്ടാവില്ല. നമ്മൾ പ്രോപ്പറായിട്ട് സ്കിന്ന് കെയർ ചെയ്ത് അതിൻ്റെതായ രീതിയിലെല്ലാം ചെയ്താൽ മാത്രമാണ് കുറച്ച് സ്കിൻ ടോൺ എപ്പോഴും. പിന്നെ ഞാൻ വിചാരിക്കാറുണ്ട്, എന്തിനാ ഇത്രയും കളറിലെന്താ, എല്ലാ കളറും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. എല്ലാവരും അത്ര ഭംഗിയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേകതയിലാണ് ആ ഭംഗി കൊടുത്തേക്കണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഫേക്ക് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നിട്ട്, നമ്മളത് യൂസ് ചെയ്യാണ്ട് പോലും അങ്ങനെ പറഞ്ഞു നമ്മുടെ ആ ഒരു എഫേർട്ട്, നമുക്കറിയുന്ന ടിപ്സ് നമ്മളത് നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്കൂടെ അത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിങ്ങനെ യൂസ് ചെയ്യാണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടമാണ്. അപ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ റിസൾട്ട് ഇല്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ സ്കിൻ ടൈപ്പ് മാറുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ആക്കിയേ പറ്റും, എന്നാലാണ് അതിനുള്ള റിസൾട്ട് ഓരോ സ്കിൻ ടൈപ്പിന് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുണ്ടാവും. പക്ഷേ യൂസ് ചെയ്യാണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും വിഷമമുള്ള കാര്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി കമൻസിനനുസരിച്ചുള്ള വീഡിയോസാണ് ചെയ്യാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ കുറച്ചധികം കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഇങ്ങനെ ഇടാതിരുന്നപ്പോൾ. അപ്പോൾ ഇന്നത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഇങ്ങനെ മുഖക്കുരു വന്ന പാടുകൾ മാറാനായിട്ടുള്ള പാക്ക് അല്ലെങ്കിൽ ഫേസ് പാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് എന്തെങ്കിലും പറഞ്ഞിരുന്നു വെച്ചിട്ട്. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയൊക്കെയാണ് ഈ പിമ്പിൾസ് വന്ന മാർക്സ് ഒക്കെ പോവാന്ന്. അപ്പോൾ അതിലൊരു മെത്തേഡ് ഞാൻ ഇവിടെ കാണിച്ചു തരാട്ടെ, എങ്ങനെ ഫേസ് പാക്ക് എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള അടുക്കളയിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ്. ലൈറ്റിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്നോട് ക്ഷമിക്കുക, കറണ്ട് ഇല്ല അവിടെ, അതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതേ കറണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൽ പാലാണ് യൂസ് ചെയ്യുന്നത്. പാല് പറ്റാത്ത ആൾക്കാർ ഈ ചില ഓയിൽ സ്കിന്നും പിന്നെ ഡ്രൈ സ്കിന്നൊന്നും പാല് പറ്റണില്ല ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ തൈര് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഇതിൽ ചന്ദനം കൂടെ ആവശ്യമുണ്ട്. പക്ഷേ ചന്ദനം ഇപ്പോൾ ഇവിടെ തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നിങ്ങളൊരു 7 days കണ്ടിന്യൂസ് യൂസ് ചെയ്താലാണ് ചേഞ്ച് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഒറ്റ ദിവസം കണ്ട് ചേഞ്ച് ഉണ്ടാവുമെന്ന് ഞാൻ ഒരു വീഡിയോയിലും പറയുന്നില്ല കേട്ടോ. ചിലതൊക്കെ ഇൻസ്റ്റന്റ് ഗ്ലോ ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാരണം ആ ഇൻസ്റ്റന്റ് ഗ്ലോ ഉണ്ടാവണത് അത് നിലനിൽക്കണമെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇവിടെ ആദ്യം എടുക്കുന്നത് പാലാണ്, കാണാൻ പറ്റുന്നുണ്ടാവും, പാലാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു പാല് പറ്റാത്തവർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഈ പാലിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഇടയാട്ടാ. ഞാൻ കസ്തൂരി മഞ്ഞൾ കുറച്ച് ആഡ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷ് അലോവേറ ആണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ അതിലേക്ക് ഇത് നമ്മുടെ ഇവിടെയുള്ള ഒരു ചേച്ചി ഉണ്ടാക്കി വിൽക്കണതാണ് കേട്ടോ. കാന്തി എന്നാണ് ഇതിൻ്റെ പേര്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ ജസ്റ്റ് കൊടുക്കാം. ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല സോപ്പ് എല്ലാം ഹോം മെയ്ഡ് ആയിട്ട് തന്നെ, അലോവേറ ജെല്ല്, സോപ്പ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ആ ചേച്ചി ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് അതുകൊണ്ട് ഇത് ഫ്രഷ് അലോവേറ തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ചന്ദനം കൂടെ, ചന്ദനം പൊടിച്ചത്, നമുക്ക് ട്രെയിനിൻ്റെ സൗണ്ട്, ചന്ദനം പൊടിച്ചതല്ലെങ്കിൽ
നമുക്ക് ചന്ദനത്തിന്റെ പൊടി സാൻഡൽവുഡ് പൗഡർ വായിടിക്കാൻ കിട്ടും. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് രക്തചന്ദനല്ലേ, രക്തചന്ദനം പാല് ചേർത്തിട്ട് ഫേസിൽ തേക്കണതും ഈ കറുത്ത പാടുകളും മുഖക്കുരു എന്നൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതും നല്ലത് തന്നെയാണ്. നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. കുറച്ചും കൂടെ കട്ടിക്ക് മഞ്ഞൾ എടുക്കരുത്, വെള്ളം പോലെ ഉണ്ട്. ഞാൻ കുറച്ചും കൂടെ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്, എന്നാലും കട്ടിയുള്ള ഞാൻ എടുത്ത പാല് കൂടിപ്പോയി. ഇത് കുറച്ച് ലൂസ് അല്ലാണ്ട് കുറച്ച് കട്ടിയായിട്ട് ഉള്ള കൺസിസ്റ്റൻസിൽ കിട്ടിയാൽ നല്ലതാണ് കേട്ടോ. എന്നുവെച്ചാൽ ഫേസ് പാക്ക് ഇടാൻ എനിക്ക് നല്ല രീതിയിൽ പിമ്പിൾസ് ഒന്നും മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു 3 years മുൻപ്. ഇപ്പം ഒന്നുമില്ല. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. ഇനി പല ടൈപ്സ് ഓഫ് പിമ്പിൾ മാർക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. പല സ്കിൻ ടൈപ്പിന് പല ടൈപ്പ് ഓഫ് ആയിരിക്കും. എന്ന് വെച്ചാൽ ചിലർക്ക് നെറ്റിയിൽ വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഫേസിൽ ഇവിടെ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ താടിയുടെ ഇവിടെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഉണ്ട്. അത് പല പല കാരണങ്ങൾ കൊണ്ട് വരുന്നത് കേട്ടോ. ഞാൻ ഡാർക്ക് സർക്കിൾസിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ താഴെ നിങ്ങൾക്കത് ആ വീഡിയോ ഉണ്ടോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് കറുത്ത പാടുകൾ പോകാനായിട്ടെന്ന് വെച്ചാൽ ഇവിടെയൊക്കെയുള്ള കറുത്ത പാടുകളില്ലേ, അതൊക്കെ നന്നായി പോയിക്കിട്ട് മൂക്കിൻ്റെ ഈ സൈഡിലുള്ള കറുത്ത പാടുകൾ, പിന്നെ നമ്മുടെ ഈ ചുണ്ടിന് ചുറ്റുള്ള കറുത്ത പാടുകളൊക്കെ നന്നായി പോവും. പിമ്പിൾസ് മാർക്കും പോവും. ഇത് ഇനി പിമ്പിൾസ് മാർക്കിന് മാത്രമായിട്ട് ഞാൻ അവിടെ മാത്രം അപ്ലൈ ചെയ്യാനുള്ള വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രൊഡക്ട്സ് എല്ലാം എൻ്റെ കയ്യിലിരിക്കുക. പിന്നെ അത് മേടിച്ചിട്ട് വേണം അതിട്ട്. പിന്നെ അതൊരു 2 layer ആയിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല കട്ടിയുള്ളൂ, കാരണം അത് ലൂസ് കൺസിസ്റ്റൻസി. അപ്പോൾ ഞാനതൊരു 20 minutes വെച്ചിട്ടുണ്ട്. ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾ ചന്ദനം കൂടെ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു 7 days അടുപ്പിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് മാർക്സ് ഒക്കെ ഇങ്ങനെ കുറയണ പോലെ ഇവിടെയുള്ള കറുപ്പ് കളറൊക്കെ ഇങ്ങനെ പതുക്കെ കുറയണ പോലെ നിങ്ങൾക്ക് തന്നെ തോന്നും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും കണ്ടിന്യൂസ്ലി ഒരു 7 days യൂസ് ചെയ്യുക. അതിനുശേഷം അത് വീക്കിലൊരു 2 times ഒക്കെ ആയിട്ട് കുറച്ച് നിങ്ങളുടെ ഇത് മാറുന്ന വരെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും യൂസ് ചെയ്ത് നോക്കിയൊക്കെ. വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുമാത്രമല്ല നമ്മുടെ ഇവിടെയുള്ള ഒരു ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് ഓളും കൂടെ എനാബിൾ ചെയ്തിടാന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാട്ടോ എല്ലാവരും. ഓക്കെ, ബൈ.